ഇങ്ങനെ ഒരു പഴുത്ത ചക്കയുടെ ചിപ്സ് ഉണ്ടാക്കാനേ നമുക്ക് എണ്ണയുടെയോ വെളിച്ചെണ്ണയുടെയോ ഒന്നും ആവശ്യമില്ല. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടേ നമുക്ക് ഒരു ചെനച്ച ചക്കയാണ് ഇടേണ്ടത്, അതായത് പുളി പിടിച്ച ചക്ക. അപ്പോൾ ഇത് 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞ്, അപ്പോൾ ഈ പുളി പിടിച്ച ചക്ക നമുക്ക് ചിപ്സിനൊക്കെ അരിഞ്ഞെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കാശ് കൊടുത്ത് വാങ്ങാറില്ലേ കടകളിൽ നിന്ന്, അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ വീട്ടിൽ നമുക്ക് ചക്കയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചക്കയൊന്നും ഇല്ലാത്ത സീസണിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരല്പം കട്ടിയുള്ള പീസുകളായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഉണങ്ങുമ്പോൾ ഭയങ്കര നൈസാവും. അപ്പോൾ ഇതേപോലെ കട്ടിയിൽ അരിഞ്ഞിട്ട് നമ്മൾ ഉണക്കാനായിട്ട് വെയിലത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത്തിപ്പഴം അതേപോലെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പുളിപ്പ് കലർന്ന ഒരു മധുരമല്ലേ, അതേ ഒരു മധുരത്തോടു കൂടി നമുക്ക് ഈ ചക്ക ഉണക്കിയതും കഴിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയില്ലാത്ത ഈ ചിപ്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.